അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിലില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി മുസ്തഫ പറയുന്നൊരു സംഗതി, എനിക്ക് മറുപടി പറയാൻ വരുന്ന ആളുകൾ എന്നെ വിട്ടേക്കുക, എൻ്റെ കാര്യം എൻ്റെ ജാതകം നിങ്ങൾ നോക്കണ്ട, കുറേ കാലമല്ലോ പറയാൻ തുടങ്ങിയിട്ട് എന്നാ. ഇത് യഥാർത്ഥത്തിൽ ഒരു ഒളിച്ചോട്ടമാണ്. കാരണം ലോകത്ത് ഏതൊരു ആശയം പറയുന്ന ആളുകളും ജനങ്ങളാൽ വിലയിരുത്തപ്പെടും എന്നുള്ളൊരു വസ്തുത ഉണ്ട്. അത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ മാത്രം കാര്യമല്ല. ലോകത്ത് ഏത് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നമ്മളെടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ നായകസ്ഥാനത്തിരിക്കുന്ന ആളുകൾ അവർ വിലയിരുത്തപ്പെടും. ആ വിലയിരുത്തുന്നതിനനുസരിച്ചാണ് ആളുകൾ അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നതും അതിനെ തള്ളിക്കളയുകയോ നിരാകരിക്കുകയോ ഒക്കെ ചെയ്യുന്നതും. അത് മുസ്തഫയെ സംബന്ധിച്ചും സംഗതമാണ്, മറ്റാരെ സംബന്ധിച്ചും സംഗതം. അതുകൊണ്ട് എന്നെ നിങ്ങൾ വിട്ട് എൻ്റെ ജാതകം പരിശോധിക്കണ്ട എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ജാതകം ചിലപ്പോഴൊക്കെ പരിശോധിക്കേണ്ടി വരും. അതിൽ പക്ഷേ വ്യക്തിഹത്യ എന്നതിനേക്കാളും അപ്പുറം ചില വസ്തുതകൾ ജനങ്ങൾക്കറിയേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്ന്, മുസ്തഫ ഇവിടെ സ്ത്രീകളുടെ മഹത്വത്തെ പറ്റി പറയാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല സംഗതികളെ സംബന്ധിച്ചും പറയാറുണ്ട്. എന്നാൽ അദ്ദേഹം തൻ്റെ ഭാര്യയോടും കുട്ടികളോടും സ്വീകരിച്ച നിലപാട് അത് ശരിയായിരുന്നോ അല്ല എന്നുള്ളത് പറയേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഭാര്യക്കെതിരെയുള്ള കേസ് പിൻവലിച്ചിട്ടുണ്ടോ, അതോ ആ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ടോ? ആ കുട്ടികൾക്ക് മര്യാദക്ക് ചെലവിന് കൊടുക്കാറുണ്ടോ? ഇതൊക്കെ ജനത്തിനറിയേണ്ട സംഗതിയാണ്. അപ്പോൾ അതൊന്നും ജനങ്ങളറിയേണ്ടതില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പറയുന്നത് ശ്രദ്ധിക്കുമ്പം തന്നെ പറയുന്നത് പറയാൻ ഇയാൾക്ക് വല്ല യോഗ്യതയുണ്ടോയെന്നും ആളുകൾ ചിന്തിക്കും. അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അദ്ദേഹം പറയുന്നൊരു സംഗതി, നബി സല്ലല്ലാഹു മുആവിയയുടെ മതത്തിൽ, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാപം കൂറുന്ന ആളാണ്, അതുപോലെ തന്നെ പെണ്ണുപിടിയനാണ്, അതുപോലെ തന്നെ അതൊക്കെ മുആവിയ മുസ്തഫയുടെ ആരോപണങ്ങളാണ്. അതുപോലെ ഒരുപാട് സംഗതികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിമിനലാണ്, മുആവിയൻ്റെ മതത്തിൽ ക്രിമിനലിൻ്റെ സ്ഥാനത്താണ് നബി ഉള്ളത് നോക്കുകയാണ്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആവിയ ശപിച്ചു എന്ന് പറയുന്ന മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണല്ലോ അദ്ദേഹത്തിൻ്റെ മുസ്തഫൻ്റെ തെളിവ്. ഇതെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഗതാവുക? മുആവിയയാണെങ്കിൽ അദ്ദേഹത്തെ നബിക്ക് ശപിക്കാമെന്നും മറ്റാരെയും ശപിക്കാൻ പാടില്ല എന്നുമാണോ? കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് യഥാർത്ഥത്തിൽ ശാപവാക്കല്ല. ഒരു സമൂഹം അവർ ഉദ്ധരിക്കുന്ന അല്ലെങ്കിൽ അവർ സാധാരണയായിട്ട് പറയുന്ന ഒരു നാടൻ സമ്പ്രദായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സംഗതിയാണ്. പക്ഷെ മുസ്ലിം അവിടെ ഈ ലഅനത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനത്ത് കൂറിയ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അതിലാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. മറ്റ് ഹദീസ് പണ്ഡിതന്മാർ അതിനെ മുആവിയയുടെ മഹത്വം ഉദ്ധരിച്ച കൂട്ടത്തിലാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ മുസ്തഫയുടെ വാക്കനുസരിച്ച് മുആവിയ മതത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാപം കൂറുന്ന ആൾ. മുസ്തഫയുടെ അങ്ങനത്തെ ഒരു സംഗതിയാണ് കണ്ടു കിട്ടിയിട്ടില്ല. മൂപ്പരത് അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ശാപം കൂറാത്തൊരു പ്രവാചകനെ കണ്ടെത്താൻ. അത് കണ്ടെത്തുമ്പോഴേ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുള്ളൂ. ഇപ്പോഴത്തെ ഇസ്ലാം അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം ഇസ്ലാമിൻ്റെ പുറത്താണ്. അതായത് മുആവിയയുടെ മതമാണെന്നുള്ളത്, മുആവിയയുടെ ഇസ്ലാമാണെന്നുള്ളത്, ആ ഇസ്ലാം അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇസ്ലാമിൻ്റെ പുറത്താണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മതം വിട്ടു പോകുന്ന ആരും വിചാരിക്കണ്ട എന്ന് അദ്ദേഹം എൻ്റെ അടുക്ക് പറയും ചെയ്യും. അപ്പോൾ ഏത് മതം വിട്ടു പോകണമെന്ന് വിചാരിക്കണ്ട എന്നാണ് മുസ്തഫ പറയുന്നത്.
അത് മുസ്തഫ വ്യക്തമാക്കേണ്ട ഒരു സംഗതിയാണ്. മുആവിയൻ്റെ മതം വിട്ടു പോരാന്നാണോ? എന്നാൽ പിന്നെ മുആവിയൻ്റെ മതം കുറേയൊക്കെ നല്ലതാണ് എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു എന്നുള്ള അതിൻ്റെ അർത്ഥം വരാം. ഇനി മറ്റൊരു സംഗതി ഉള്ളത്, മുസ്തഫ പറയുന്നതനുസരിച്ച് മുആവിയ അട്ടിമറിച്ചു. മുആവിയ അധികാരത്തിലിരുന്ന കാലത്ത്, അല്ലെങ്കിൽ മുആവിയയും അതുപോലെ ഉമവികളും അധികാരത്തിലിരുന്ന ഏതാണ്ട് 132 ഹിജറ 132 ഉമവികളുടെ ഭരണം തകർക്കപ്പെടുന്നത്. അപ്പോൾ ഹിജറ 40 കൂടിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വരുന്നത്. അപ്പോൾ 60, 30, 95 വർഷം, 92 വർഷം നമ്മൾക്ക് എടുക്കാം. ഈ 92 വർഷത്തിലും മുആവിയയെ പൂർണ്ണമായിട്ട് മുസ്ലിങ്ങൾ എല്ലാവരും അംഗീകരിച്ചു പോന്നിട്ടുണ്ടോ? അതോ മുആവിയക്കും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ ഉമവികൾക്കും അവിടെ എതിരാളികളുണ്ടായിരുന്നുവോ? ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രാഷ്ട്രീയത്തിലുള്ള എതിരാളികൾ മതത്തിൽ മുആവിയ പറഞ്ഞതൊക്കെ അംഗീകരിക്കുകയാണോ ചെയ്തത്? അതോ മുആവിയ മതത്തിൽ അദ്ദേഹത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് മറ്റുള്ളവരൊക്കെ സ്വീകരിച്ചിരുന്നത് എന്നാണോ പറയേണ്ടത്? അപ്പോൾ അതിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ പോലുള്ള, അതുപോലെ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഈ ഘട്ടത്തിൽ മുആവിയൻ്റെ മതം മുസ്തഫ പറഞ്ഞനുസരിച്ചാണ് ഈ പറയുന്നത്. മുആവിയയുടെ മതം അനുധാവനം ചെയ്താണോ അവർ പോന്നിട്ടുള്ളത്? അതോ അവർ സ്വീകരിച്ചു പോന്നിരുന്ന മറ്റൊരു മതം ലോകത്ത് എവിടെയെങ്കിലും കിട്ടാനുണ്ടോ? മുസ്തഫൻ്റെ കാഴ്ചപ്പാടിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയാന്നുള്ളതിന് കവിഞ്ഞ് മുസ്തഫക്ക് ഇവിടെ യാതൊന്നും പറയാനില്ല. അതിങ്ങനെ അദ്ദേഹം തട്ടിവിടുന്നു. ഇന്നുള്ള മുആവിയൻ്റെ മതമാണ്, ഇന്നുള്ള മുആവിയൻ്റെ മതമാണ്, യഥാർത്ഥ ഇസ്ലാം നശിച്ചു പോയിരിക്കുന്നു, യഥാർത്ഥ ഇസ്ലാം നശിച്ചു പോയിരിക്കുന്നു. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആൻ എന്തിനാണ് അവതരിച്ചിട്ടുള്ളത്? അത് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഹിദായത്തിനാണെങ്കിൽ ഈ ഖുർആനിനെ നമ്മൾ സംരക്ഷിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഖുർആൻ്റെ അടിസ്ഥാനത്തിലുള്ള ഹിദായത്ത് കണ്ടെത്താനുള്ള മാർഗങ്ങളും ഇവിടെ ശേഷിക്കേണ്ടതുണ്ടല്ലോ. അതിൻ്റെ വിശദീകരണം ഇവിടെ ശേഷിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ അതിൻ്റെ വിശദീകരണമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് മുആവിയ വന്നതോടുകൂടി നശിച്ചു പോയി എന്നാണെങ്കിൽ ഖുർആന് നശിച്ചു, ഖുർആൻ്റെ പ്രായോഗികത നശിച്ചു എന്നാണല്ലോ മുസ്തഫ പറയുന്നത്. മുസ്തഫക്ക് പറയണതിൽ വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. അതിൽ യാക്കത്തുമായിട്ടുള്ള സംസാരത്തിൽ മുസ്തഫ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മുസ്തഫ പറയുന്ന വിഡ്ഢിത്തം എന്ന് പറയുന്നത് വേറെ നിനക്ക് ചിന്തിച്ചാൽ, ലോകത്ത് ഒരു പ്രസ്ഥാനവും അത് അട്ടിമറിക്കാൻ വന്ന ആളുകളുടെ വാളിൻ്റെ ബലം, അല്ലെങ്കിൽ അവരുടെ കായിക ബലം, അവരുടെ അധികാരത്തിൻ്റെ ബലമൊന്നും കണ്ടുകാട്ട് എല്ലാവരും ഒന്നും അംഗീകരിക്കൂല. അപ്പം ഇന്ന് പോലും ക്രൈസ്തവ സമൂഹത്തിൽ ഒരു ന്യൂനപക്ഷമെങ്കിലും യേശുക്രിസ്തുവിൻ്റെ ദിവ്യത്വം നിഷേധിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അതേസമയം ലോകത്ത് മഹാഭൂരിപക്ഷവും യേശുവിൻ്റെ ദിവ്യത്വം അംഗീകരിക്കുന്നവരാണ്, ദൈവപുത്രനായിട്ട് അദ്ദേഹത്തെ സങ്കല്പിക്കുന്നവരാണ്. എന്നാൽ ഇങ്ങനെയെങ്കിലും ഒരു വിഭാഗം മുസ്ലിങ്ങളിൽ ഉണ്ടാവേണ്ടതില്ലേ? ഇനി ചരിത്രം പരിശോധിച്ചാൽ അവിടുന്ന് ഇങ്ങോട്ട് പോന്നാൽ മുആവിയൻ്റെ കാലം കഴിഞ്ഞ് അബ്ബാസികളുടെ കാലത്താണ് താർത്താരികൾ ഇസ്ലാമിക രാഷ്ട്രത്തെ ആക്രമിച്ച് ബഗ്ദാദ് അടക്കമുള്ള തലസ്ഥാനങ്ങൾ തരിപ്പണാക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തുർക്കിയിൽ കമാൽ അത്താതുർക്ക് വന്നിട്ട് അവിടെ ഇസ്ലാമിൻ്റെ എല്ലാ ചിഹ്നങ്ങളും, അതായത് മുസ്തഫ പറയുന്ന മുആവിയയുടെ ഇസ്ലാമിൻ്റെ എല്ലാ ചിഹ്നങ്ങളും മായ്ച്ച് തേച്ച് കളഞ്ഞിട്ടും അത് പിന്നെയും അവിടെ ഉയർത്തെഴുന്നേൽക്കുന്നു. സോവിയറ്റ് റഷ്യയിലും മറ്റുമൊക്കെ കമ്മ്യൂണിസം വന്നിട്ട് അവിടെ ഇസ്ലാമിനെ നിരോധിച്ചു, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ നിരോധിച്ചു, ഖുർആൻ ഓതുന്നതടക്കം നിരോധിച്ചിട്ട് സോവിയറ്റ് റഷ്യ തകർന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു തകർന്ന ആ സുപ്രഭാതത്തിൽ തന്നെ അവിടെ മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ പുറത്തെടുക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നതാ? അപ്പോൾ മുസ്തഫ പറയുന്നതിലെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് വളരെ പ്രകടമാണ്. അപ്പോൾ മുസ്തഫ എന്തൊക്കെയോ വാചാടോപ്പങ്ങൾ നടത്തുക എന്നുള്ളതല്ലാതെ
അദ്ദേഹത്തിന് തെളിവിൻ്റെ പിൻബലത്തോടു കൂടി തൻ്റെ വാദഗതികൾ ഉന്നയിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്തിട്ടുള്ള സമൂഹം, ആ സമൂഹം അവരുടെ ജീവനേക്കാൾ വില കൽപ്പിച്ചിരുന്ന, പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു ദീനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മുസ്തഫ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മുസ്തഫ ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. പക്ഷേ മുസ്തഫൻ്റെ മൗനമാണ് മുസ്തഫയ്ക്ക് ഏറ്റവും അഭികാമ്യം. മൗനം വിദ്വാനിന് ഭൂഷണം എന്ന നിലക്ക് മൂപ്പര ഭൂഷണമായിട്ട് നടക്കുക. ഇതൊന്നും മുസ്തഫ തൊട്ടു നോക്കൂലാണല്ലോ. എന്നിട്ട് ഇങ്ങനെ ദൂരെ നിന്നിട്ട് കുരക്കും. ഈ കുര തന്നെ അറിയിക്കണത് എന്താണ്? തനിക്ക് ഇത് നേരിടാനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ്. മുസ്തഫ തയ്യാറുണ്ടോ? മുസ്തഫ ഈ പറയുന്ന സംഗതികളെ സംബന്ധിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും എന്ന് സംസാരിക്കാൻ മുസ്തഫ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ മുസ്തഫ അറിയിക്കുക. കാരണം മുസ്തഫക്ക് അറിയാം ഇത് ഏറ്റുമുട്ടിയാൽ തൻ്റെ വാദഗതികൾ തകരും. അതുകൊണ്ട് ഏറ്റവും നല്ല സുരക്ഷിതമായിട്ടുള്ള മാർഗം ഏതോ റൂമ് കുത്തിയിരുന്നിട്ട് ഇങ്ങനെ ഖുത്ബ എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുകയും എന്നിട്ട് മുആവിയനെ 4 തെറി പറഞ്ഞിട്ട് ഇസ്ലാം തകർന്നിരിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇസ്ലാം ലോകത്ത് എവിടെയും കിട്ടാനില്ല എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇസ്ലാം ലോകത്ത് എവിടെയും കിട്ടാനില്ല എന്നും ഇസ്ലാം തകർന്നടിഞ്ഞിരിക്കുന്നു എന്നും മുആവിയയുടെ ദീനാണ് ഇസ്ലാമാണ് എന്നുള്ളത് എന്നതിലൂടെയും, അതുപോലെ ശരീഅത്ത് എന്ന് പറയുന്നത് ഒരു ചെളിക്കുണ്ടാണ്, ആ ചെളിക്കുണ്ടിലാണ് ഇന്ന് മുസ്ലിം ലോകം നിലനിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചാളുകളെ കേട്ട് കയ്യടിക്കാണ്ടാവുന്നത് ശരിയാണ്. പക്ഷെ ലോകത്ത് നമ്മളുടെ നാട്ടിലെ തന്നെ കുറച്ച് വിവേകശാലികളായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് മുസ്തഫക്ക് ഇത് പറയാൻ ധൈര്യം ഉണ്ടാവില്ലാന്നുള്ളതാണ്. കാരണം വിവേകശാലികൾ, വിവേകവുമുള്ള ആളുകൾക്കറിയാം മുസ്തഫ ഈ പറയുന്നതിൻ്റെ പൊള്ളത്തരം. കാരണം ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല. ഏത് മുസ്തഫ ഈ പറയുന്ന മാതിരിയിൽ എല്ലാം തകർന്നടിഞ്ഞു പോയ ഒരു സമൂഹം നെഞ്ചേറ്റിയിട്ടുള്ള തങ്ങളുടെ ജീവനേക്കാൾ വില കൽപ്പിച്ചിട്ടുള്ളൊരു പ്രസ്ഥാനം തീർത്ത് തകർന്നടിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതിൽ ചിലർക്കൊക്കെ വ്യതിയാനങ്ങൾ സംഭവിക്കും, ചിലതൊക്കെ പ്രചരിച്ചു എന്ന് വരാം, ചിലതൊക്കെ ചിലർക്ക് മൂടി വെക്കാൻ കഴിഞ്ഞു എന്ന് വരാം. പക്ഷേ എല്ലാവരും മൂടി വെക്കപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ മുസ്തഫ ചെയ്യണത് എന്താ പറഞ്ഞാൽ മൂപ്പർക്ക് ആവശ്യമുള്ള ഹദീസുകളൊക്കെ മൂപ്പർ അംഗീകരിക്കും, ആവശ്യമില്ലാത്തതൊക്കെ തള്ളിക്കളയുന്നതാണ്. ഈ ഇരട്ടത്താപ്പാണ് മുസ്തഫ ആദ്യമായിട്ട് ഒഴിവാക്കേണ്ടത്. എന്നിട്ട് നേർക്ക് നേരെ ഇതുമായിട്ട് സംവദിക്കാൻ മുസ്തഫ തയ്യാറുണ്ടെങ്കിൽ അതാണ് മുസ്തഫ അതിനാണ് മുസ്തഫ മുന്നോട്ട് വരേണ്ടത്. അല്ലാതെ എൻ്റെ ജാതകം നോക്കണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഇയാളെന്തോ വലിയ മഹാനും സിദ്ധനും ഒക്കെയാണെന്നാണല്ലോ പറയാതെ പറഞ്ഞു പോരുന്നത്. അപ്പം ഞാൻ പറയുന്നത് കേൾക്കാൻ ഞാനാരാ? അതാണല്ലോ ആദ്യം വ്യക്തമാക്കേണ്ടത്. അവിടെയാണ് വ്യക്തിത്വത്തെ സംബന്ധിച്ച് പരാമർശിക്കേണ്ടി വരുന്നതും ആ വ്യക്തിത്വത്തെ തോലുരിച്ച് കാണിക്കേണ്ടി വരുന്നതുമൊക്കെ. അതുകൊണ്ട് നമ്മൾക്ക് ആദ്യം മുസ്തഫ തൻ്റെ ഭാര്യയായിരുന്ന ആ പെണ്ണിൻ്റെയും കുട്ടികളെയും മുമ്പിലിരുന്നിട്ട് അവരോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളൊന്നും താൻ ചെയ്തിട്ടില്ല എന്നും ഞാൻ അവരുടെ കാര്യത്തിൽ വളരെ സത്യസന്ധമായും നീതിപൂർവമായിട്ടാണ് പെരുമാറിയിട്ടുള്ളതെന്നും അവരോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല എന്നും പറയാൻ മുസ്തഫക്ക് തയ്യാറുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇരിക്കാം, ഭാര്യൻ്റെയും കുട്ടികളെയും മുമ്പിലും അയൽവാക്കക്കാരുടെ മുമ്പിലും. അതേപോലെ തന്നെ മുആവിയ അട്ടിമറിച്ചു പറഞ്ഞ ഈ മതത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ നമ്മൾക്ക് പണ്ഡിതന്മാരുമായിട്ട് കൂടിയിരുന്നിട്ടൊന്ന് ചർച്ച ചെയ്യാം. മുസ്തഫ തയ്യാറുണ്ടോ ഇല്ല എന്നുള്ളത് മുസ്തഫ ഒന്ന് വ്യക്തമാക്കിയാൽ മതി. എന്നാൽ നമ്മൾക്ക് അതിന് പറ്റിയ ഡേറ്റും സ്ഥലവും ഒക്കെ നിർണ്ണയിക്കാൻ കഴിയും. ഇതൊന്നും തയ്യാറില്ലാതെ ദൂരെ നിന്നിട്ട് ഇങ്ങനെ കുരച്ചിട്ട് സ്വന്തം അനുയായികളെ കയ്യിലുള്ള കുറച്ച് കുഞ്ഞാടുകളെ രസിപ്പിക്കാൻ കഴിയുന്നുള്ളതിൽ കവിഞ്ഞ് ഈ അധരവ്യായാമം കൊണ്ട് മുസ്തഫക്ക് പ്രത്യേകിച്ച് മുസ്തഫക്ക് ഭൗതികമായിട്ട് ചില നേട്ടങ്ങളുണ്ടാവുന്നുള്ളതല്ലാതെ മുസ്തഫ യഥാർത്ഥത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് താൻ ഇസ്ലാമിലില്ലാന്നാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇസ്ലാമിലില്ലാത്ത ഒരാൾ ഇസ്ലാമിനെ കുറ്റം പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അത് ചെവിക്കൊള്ളാൻ മുസ്ലിങ്ങളെ കിട്ടൂല എന്നുള്ളത് കൂടിയാണ് മുസ്തഫ മനസ്സിലാക്കേണ്ടത്. ചരിത്രത്തിൽ നെല്ലും പതിരും ഒക്കെ ഉണ്ട്. ആ നെല്ലും പതിരും വേർതിരിച്ചെടുത്തിട്ട് വേണം ചരിത്രം വിശകലനം ചെയ്യാൻ. അതിന് മുസ്തഫ തയ്യാറുണ്ടോ? അതാണ് മുസ്തഫ വ്യക്തമാക്കേണ്ടത്.